പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 103 സങ്കീർത്തനം എൻ്റെ 5-ാമത്തെ വാക്യം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനമാണ്. 103 സങ്കീർത്തനം വളരെ ശ്രേഷ്ഠമാണ്. ഒരുപാട് പേർക്ക് കാണാതറിയാം. പലപ്പോഴും നമ്മൾ ഇതിലെ വാക്യങ്ങളൊക്കെ എടുത്ത് സാക്ഷ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ജീവിതത്തിൽ നിരാശകളും ദുഃഖങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ഈ വചനം നമ്മൾ വായിച്ച് ആശ്വാസം കൊള്ളാറുണ്ട്. അപ്പം മനുഷ്യന്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ള അതിശക്തമായ ഒരു സങ്കീർത്തനമാണ് 103 എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ കാണുന്ന ലോകത്തിൽ എല്ലാ ആരാധനകളും കാപട്യം കൊണ്ട് നിറയപ്പെട്ടതും കപടവുമാണ്. എല്ലാ ആരാധനയും കാപട്യങ്ങൾ പറഞ്ഞു. കപട വിശ്വാസികൾ സഭയിൽ പെരുകുന്നു, എല്ലാ സമൂഹത്തിലും പെരുകുന്നു. അങ്ങനെ മനുഷ്യൻ വിശ്വാസത്തെ പണമാക്കിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ വിശ്വാസത്തെ വ്യാപാരം ചെയ്യുക. എങ്ങനെ വിശ്വാസം എന്ന് പറയുന്ന ആ സാഹചര്യം കൊണ്ട്, വിശ്വാസി എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ള ഇത് നല്ലൊരു കൂട്ടം ഞാൻ ചിന്തിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പേ കപടമില്ലാത്ത അതരങ്ങളാൽ ഈ ഭക്തൻ ഈ വിശ്വാസത്തിൽ ഈ സംഗീതം എഴുതി തന്നത്. നമുക്കറിയാം, സംഗീതനം എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഗീതം തന്നെ. കാപട്യമില്ലാത്ത അതരങ്ങൾ കൊണ്ട് എഴുതിയതാ. അതുപോലെ തന്നെ ദാവീദിന്റെ ജീവിത സായാഹ്ന വേളയില് ഹല്ലേലൂയ താൻ രചിച്ചതാണ്. കപടമില്ലാത്ത അതരങ്ങൾ കൊണ്ട് നിറച്ചതാണ്. കപടമില്ലാത്ത അതരങ്ങൾ പുറപ്പെട്ടതാണ് ഈ സംഗീതം. ഇന്നത്തെ ജനം ഇത് പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എത്രയോ കപട വിശ്വാസത്തിന്റെ ഉറവിടമാണ് സഭയ്ക്കകത്ത് ഇരിക്കുന്നത്. അവരാണല്ലേ ഇത് വായിക്കുന്നത്, പറയുന്നത്. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഇല്ലെങ്കിൽ, വിശ്വാസവും വിശുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും അത് കാപട്യക. പിന്നെ പോരാൻ ഇന്നത്തെ കാലഘട്ടം ആരാധന എന്ന് പറയുന്നത് ഒരു അഭിനയമായി മാറി. ആരാധന ഒരു അഭിനയമാണ്. അതിനകത്തെ നേതാക്കളെല്ലാവരും ഫ്രേസിലും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ആരാധനയൊക്കെ പറഞ്ഞാല് ഇൻസ്ട്രുമെന്റ് ഉപകരണങ്ങളില്ലെങ്കിൽ ആരാധനയില്ല. അതെത്രമാത്രം ശബ്ദം കൂട്ടുന്നോ അത്രമാത്രം വിശ്വാസി ശബ്ദം കൂട്ടും. അതിന്റെ ശബ്ദം കുറയുമ്പോൾ അവര് തന്നെ ഇടമാവും. ലേലിയ പണ്ടൊക്കെ അങ്ങനല്ലായിരുന്നു. ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ കപടമില്ലാത്ത അതരങ്ങൾ കൊണ്ട്, കാപട്യമില്ലാത്ത ഹൃദയം കൊണ്ട് അഭിനയിക്കാതെ യഥാർത്ഥത്തിൽ അനുഭവമാക്കി ആരാധിച്ച അനവധി ദൈവമക്കൾ ആദിമസഭയിലും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ അങ്ങനെയായിരുന്നു. കൂടി 120 പേരൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യന്റെ ഇഷ്ടപ്രകാരം, മനുഷ്യന്റെ ചിന്തകൾക്കനുസൃതമായി പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി പലരും ആരാധനയ്ക്ക് പല ഹല്ലേലൂയ രുചിയും പകർന്നപ്പോൾ ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലേ? അപ്പൊ ഈ 103 സങ്കീർത്തനം 5-ാം വാക്യം എന്ന് പറയുമ്പോൾ, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നുവെന്ന് ആമേൻ പരിശുദ്ധാത്മാവ് പറയുക. അല്ലേ? കർത്താവ് നിങ്ങളെ പുതുക്കി പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരെല്ലാം മനസ്സ് വെച്ച് ദൈവത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവരെല്ലാം പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ തളർച്ചകളെ നീക്കിക്കളഞ്ഞ്, നിന്റെ വീഴ്ചകളെ നീക്കിക്കളഞ്ഞ്, നിന്റെ പ്രതിസന്ധികളെ നീക്കിക്കളഞ്ഞ്, നീ മാനസികമായി തകർന്ന അനുഭവങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ്, നിന്റെ ബലഹീനതയിൽ ശക്തി പകർന്നു തന്നുകൊണ്ട് നിന്നെ പുതുക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ദൈവം നിന്നിലൂടെയാണ് അത്ഭുതം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ പ്രായപരിധി പറഞ്ഞ് നീ മാറി നിൽക്കരുത്. എനിക്ക് പ്രായം ഒരുപാടായി, ഇനി എന്നെ കൊണ്ടൊന്നും കഴിവില്ല, എനിക്ക് നടക്കുവാൻ കഴിയില്ല, ഓടുവാൻ കഴിയില്ല, ചാടുവാൻ കഴിയില്ല, പണ്ടത്തെ പോൽ ഓടി നടന്ന കുന്നും പനി കയറി സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ, എനിക്ക് പ്രഷറാണ്, ഷുഗറാണ്, കൊളസ്ട്രോളാണ്, എനിക്ക് കാലിന്റെ മുട്ടിന്റെ വേദനയാണ്, ഡോക്ടർ നടക്കരുത്, റെസ്റ്റ് എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ആ ഭയത്തിന് നീ അടിമയായി മാറാതെ ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, അവൻ നിന്റെ അകൃത്യ ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. എന്നിട്ട് പറഞ്ഞതാണ് നിന്റെ യൗവനം ഹല്ലേലൂയ കഴുകനെ പോലെ
പോലെ പുതുക്കി വരുത്തണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ 100 വയസ്സെടുക്കാൻ പോകുന്നു. സാറയ്ക്ക് 90 വയസ്സും. ദൈവം വാഗ്ദത്തം ചെയ്ത് 75-ാമത്തെ വയസ്സിലേക്ക് തലമുറയെ തരുമെന്ന്. പക്ഷെ 100ഓളം 99 വയസ്സ് കഴിഞ്ഞിട്ട് യാതൊരു പ്രതീക്ഷയില്ല. അല്ലേലിയ. 99 വയസ്സായപ്പോൾ യഹോവ വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, അടുത്ത വർഷം നിന്റെ വാഗ്ദത്തം നിറവേറും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 17 വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലേലിയ. അപ്പം അബ്രഹാമിന്റെ 100ാമത്തെ വയസ്സിൽ ഒരു യൗവനക്കാരന്റെ യൗവനം പോലെ അബ്രഹാമിനെ ദൈവം പുതുക്കിയെടുത്ത് അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്താൻ കഴിഞ്ഞെങ്കിൽ 100ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞ വാഗ്ദത്ത സന്തതി ഇസഹാക്കിനെ നൽകിയെങ്കിൽ അബ്രഹാമിന് 90ാമത്തെ വയസ്സിൽ സാറയുടെ ഗർഭഫലം അല്ലേലിയ ദൈവം അവളിൽ നൽകിയെങ്കിൽ, അല്ലേലിയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ യൗവനത്തെ ദൈവത്തിന് പുതുക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ സകല ബലഹീനതയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ തളരാതെ നിങ്ങൾ ഉറപ്പോടെ നിൽക്കണം. ഈ വചനമൊക്കെ വായിക്കുന്നത് നമ്മുടെ പൂർവ്വപിതായ അബ്രഹാമിലേക്ക് പോകണം. നമ്മൾ ഇയ്യോബിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ കൊണ്ടുപോകണം. ഇല്ലേലിയ. അവരൊക്കെ നമുക്ക് മാതൃകയായി നിൽക്കുക രക്തം ചെയ്യും. അതുകൊണ്ട് ശ്രോതാവേ, നീ തളർന്ന് പോകരുത്. അപ്പൊ കഴുകുന്നൊരു സ്വഭാവമുണ്ട്. അതിന് 100 വയസ്സാകുമ്പോൾ അത് പറന്ന് ഒരു പാറയുടെ മറവിൽ ഇരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് തന്റെ ചിറകുകളെല്ലാം കൊത്തിപ്പറിച്ചു കളയും. കഴുകിന് 100 വയസ്സാകുമ്പോൾ അത് ഉയർന്ന് ഒരു പാറയുടെ മുകളിൽ ചെന്ന് അതിന്റെ മറവിലിരുന്ന് അതിന്റെ തൂവലുകളെല്ലാം തന്റെ ചൂണ്ടുകൊണ്ട് കൊത്തിപ്പറിച്ചു കളയും. അതിന്റെ കാലിലെ നഖങ്ങളെല്ലാം കൊത്തിപ്പറിച്ചു കളഞ്ഞ്, അല്ലേലിയ, അവിടെ ഇരുന്നു കൊണ്ട് അതിന്റെ ചിറകുകളെല്ലാം നീക്കിക്കളഞ്ഞ് അതിനെ കണ്ടാൽ ഒരു മുട്ട പോലെ ആ അനുഭവത്തിലെത്തും ഈ കഴുകൻ. അല്ലേലിയ. വളരെ വികൃത രൂപമായത് മാറും. അങ്ങനെ തന്റെ ശരീരം മുഴുവൻ, തന്റെ ശരീരത്തിലുള്ള തൂവലുകൾ മുഴുവൻ, നഖം മുഴുവൻ കൊത്തിപ്പാറിച്ച് കളഞ്ഞ് വളരെ വേദന അനുഭവിച്ച് ഒരു മുട്ട പോലെ തോന്നിയാലും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ കഴുകന്റെ ചിറകുകൾ മുളയ്ക്കുവാൻ തുടങ്ങും. പ്രൈസലോ. അതിന്റെ ചിറകുകൾ മുളയ്ക്കുവാൻ തുടങ്ങും. അതിന്റെ കാലിലെ നഖമെല്ലാം വളരുവാൻ തുടങ്ങും. മുമ്പത്തെ പോലെ സൗന്ദര്യമുള്ള കനം കുറഞ്ഞ ഒരു നല്ല കഴുകനെ അതിന്റെ യൗവനത്തിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരും. പ്രൈസലോ. ഹല്ലേലൂയ. അതിനുശേഷം പാറയിൽ നിന്നും അത് പുതുബലത്തോടെ പുറത്തേക്ക് പറന്ന് ഉയരങ്ങളിൽ പോയി, ഉയരങ്ങളിൽ കൂടെ പറന്ന് തന്റെ ആഹാരം അന്വേഷിക്കുന്നത് പോലെ ദൈവം നമ്മെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ദൈവം നമ്മെ അങ്ങനെ പുതിയതാക്കി മാറ്റിയാൽ, ഹല്ലേലൂയ, നമ്മുടെ സ്ഥിതികളെല്ലാം മാറും. സ്തോത്രം. അപ്പൊ നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുമ്പോൾ നമുക്ക് ദൈവം കാണിച്ചു തരാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് കഴുകൻ എന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, സ്തോത്രം. ഭക്തന്റെ ജീവിതം കഴുകനെ പോലെ പുതുക്കി വരണമെന്നാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഒരു ഭക്തന്റെ ജീവിതം അനുദിനം കഴുകനെ പോലെ പുതുക്കിക്കൊണ്ടിരിക്കണം. വെല്ലുവിളികളുണ്ട്, മരണകരമായ അനുഭവങ്ങളുണ്ട്, തളർത്തുന്ന അനുഭവത്തെ ആളുകൾ നിനക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെ തകർത്ത് നിന്റെ പേരിൽ അപവാദങ്ങൾ കെട്ടിച്ചമച്ച് നിന്നെ ഇല്ലായ്മ ചെയ്ത് ഭൂമിയിൽ നിന്ന് നിന്നെ തുടച്ചു മാറ്റിയ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നിന്നെ തകർത്ത് കളയുന്ന നിലയിൽ, ഹല്ലേലൂയ, പലരും നിനക്ക് വിരോധമായി എഴുന്നേക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറ നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നിന്റെ കുടുംബ ജീവിതം ചിന്ന ഭിന്നമായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നീ നിന്റെ ഭർത്താവ് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തവർ നിന്റെ ഭവനത്തിനകത്തുണ്ട്, നിന്റെ ബന്ധുക്കളുടെ അകത്തുണ്ട്. നീ നിന്റെ കുടുംബം ആത്മാവിത്സത്തിൽ ദൈവത്തെ നിറഞ്ഞ് ആരാധിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ നിന്നോട് കൂടി ആരാധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജോലിയിൽ തൃപ്തിയില്ലാത്ത പലരും ഉണ്ട്. നിനക്ക് ഉയർച്ച പ്രാപിച്ചത് കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. നിന്റെ മക്കളെ ഉന്നത നിലയിൽ എത്തിച്ചത് അല്ലെങ്കിൽ അവർ വളർന്നത് നല്ല ജോലി ലഭിച്ചത് അത് ഇഷ്ടപ്പെടാത്ത പലരും ഉണ്ട്. അല്ലെങ്കിൽ അവരെല്ലാം നിനക്കെതിരെ വിമർശനമായി നിൽക്കും. ഹല്ലേലൂയ. അങ്ങനെ പലവിധമായി വിമർശനങ്ങൾ കടന്നു വരുമ്പോൾ 100 വയസ്സ് ചെന്ന കഴുകന്റെ ആ ശരീരം പോലെ നിന്റെ മനസ്സ് ശരീരമായി മാറും. നിന്നെ തളർത്തും. അവിടെയാണ് ഈ കഴുകനെ പോലെ നീ, ഹല്ലേലൂയ, ഉയർന്ന മലകളിലേക്ക് കഴുകൻ പറന്നുപോയി വലിയ പാറയ്ക്ക് മറവിൽ ഇരുന്ന് താൻ പുതുക്കം പ്രാപിക്കുന്ന പോലെ
നീ ദൈവത്തിലേക്ക് ചേർന്നിരുന്ന പ്രാർത്ഥന മുറിക്കകത്ത് നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കണം. രക്തം ചെയ്യും. പ്രാർത്ഥന മുറിക്കകത്ത് നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. നിന്നെ പുതിയ മനുഷ്യനാക്കി പുതിയ ബലത്തിൽ പുതിയ ശക്തിയോടെ ദൈവം നിന്നെ പുറത്തെടുക്കും. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. രക്തം ചെയ്യും. പ്രൈസലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പേരിലെ പാപത്തിന്റെ അധീന ശരീരത്തിൽ വീണ്ടുകിടന്ന പാപത്തിനും ശാപത്തിനും രോഗത്തിനും വീണ്ടുകിടന്ന ഈ ലോകത്തിന്റെ ബന്ധനങ്ങൾ അകപ്പെട്ട് കിടന്ന സമാധാനമില്ലാതെ മരണം മാത്രം ആഗ്രഹിച്ചിരുന്ന എത്രയോ സന്ദർഭം നിന്റെ ജീവിതത്തിൽ അവിടെ നിന്നും ദൈവം നിന്നെ പുതുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ശത്രുവിന്റെ ദേഹത്ത് തൊടാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-5 വാക്കിലേക്ക് വായിക്കും കാണുന്നുണ്ട്. അവൻ നിനക്ക് തീമതിലും കോട്ടയുമായിരിക്കും. അവന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നിന്നെ കാത്തു പരിപാലിക്കുന്നവനാ. നീ തളരുവാനല്ല, നിന്നെ വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. ലോകം നിന്നെ തളർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കഴുകൻ പുതുബലം പ്രാപിച്ച് ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് പോലെ നിന്റെ കുടുംബത്തെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ബിസിനസ്സിനകത്ത് തകർന്നു പോയോ? കടക്കണി കൊണ്ട് നിൽക്കുവാൻ കഴിയത്തില്ലേ? ഉണ്ടായിരുന്ന ഭവനം ജപ്തിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണോ? ആമി ഒരു തൊട്ട് ഭൂമി നിരക്കിൽ ഒരു തലയായിപ്പം ഭവനമില്ല. ആമി ജോലി നഷ്ടപ്പെട്ട് മണലാണ്ടി അലയുന്ന വ്യക്തിയാണോ? വിദേശത്ത് ജോലിക്ക് കൊണ്ട് ജോലി കിട്ടാതെ സങ്കടപ്പെടുകയാണോ? നിന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞോ? നിന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞോ? ആമി ചെയ്ത ജോലിയുടെ സാലറി കിട്ടാതെ നീ ഭാരപ്പെട്ട് 100 വയസ്സുള്ള കഴുകന്റെ മനസ്സുപോലെ ശരീരം പോലെ നീ തളർന്നിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് അതിനെ മാറ്റിയെടുത്ത് ദൈവം നിന്നെ പുതുക്കിയെടുത്ത് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ചിലരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാൻ ദൂത് അത് നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ തരാൻ പോവുകയാണ്. ഇപ്പോൾ നീ കടന്നു പോകുന്ന പ്രതിസന്ധിയെ ദൈവം മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകം നിന്റെ മുമ്പിൽ പല വാതിലുകളും കൊട്ടിയടയ്ക്കും. നിന്റെ ഭവനം നിന്റെ മുമ്പിൽ വാതിലടച്ചേക്കാം. നിന്റെ ശാപം നിന്റെ മുമ്പിൽ വാതിലടച്ചേക്കാം. നിന്നെ സ്നേഹിച്ചവർ, നിന്റെ കുട്ടിയും ഉടയവരും എല്ലാം നിന്റെ മുമ്പിൽ അവർ വാതിലുകൾ അടച്ചേക്കാം. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ചില പുതിയ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. രക്തം വിശ്വസെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, സങ്കടപ്പെട്ടിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന, കണ്ണുനീരോടെ ഇരിക്കുന്ന, നാളെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം ചില പുതിയ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിനക്കൊരു വാതിൽ ദൈവം തുറന്നാൽ, ഹല്ലേലൂയ, അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ വചനം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. എന്തൊക്കെയോ ഞാൻ ചിന്തിച്ച് എന്തൊക്കെയോ മനസ്സിൽ ഭാരമായിട്ട് ഞാൻ ഉറക്കത്തിലാണെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ. അപ്പോൾ ദൈവനോട് ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കഷ്ടപ്പെട്ടിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, ദുഃഖത്തിരിക്കുന്ന ആരോ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള ദൂതാണ്. മാത്രമല്ല, ഞാൻ കടന്നു പോകുന്ന വഴിയിലും എനിക്ക് മുമ്പിൽ ചില വാതിൽ അടഞ്ഞിട്ട് അതും ദൈവം തുറക്കാൻ പോകുന്നു. എനിക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുമ്പോൾ അതുപോലെ തന്നെ എന്നെ പോലെ കടന്നു പോകുന്ന ചിലരുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണെന്നുള്ള ആ സന്ദേശം എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ രാത്രി വെളിപ്പെടാനിടയായി. അത് ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ദൈവം വെറുതെ ഒരു കാര്യം പറയത്തില്ല. ഹല്ലേലൂയ. അവന്റെ വചനം വെറുതെ നമ്മുടെ അരികിലേക്ക് വരത്തില്ല. അവന്റെ വചനം നമ്മളിൽ വന്നാൽ ആ വചനത്തിന്റെ പൂർത്തീകരണം നടക്കും. പ്രൈസ്. അതുകൊണ്ട് ഇത് പകൽ സങ്കടപ്പെട്ടിരിക്കുന്ന മാതാവേ, ചില അത്ഭുതങ്ങൾ ഇതിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. ചില അത്ഭുതങ്ങളെ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. നീ അബ്രഹാമിനെ പോലൊരു തലമുറയില്ലാതെ നീ ഭാരപ്പെടുകയാണോ? ഹന്നയെ പോലൊരു തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ? മനോഹയെ പോലൊരു തലമുറയില്ലാതെ ഭാരം അനുഭവിക്കുന്ന വ്യക്തിയാണോ? പുതിയ നിയമത്തിൽ എലിസബത്തും സക്രിയാവിനെ പോലെ, അല്ലെങ്കിൽ അവൻ ന്യായപ്രമാണ കാലത്ത് ശുശ്രൂഷിച്ചവരാ, അവരെ പോലും തലമുറയില്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ സക്രിയാവും അല്ലെങ്കിൽ എലിസബത്തും മച്ചിയായി വളരെ വാർദ്ധക്യത്തിൽ വയസ്സ് ചെന്നവരായി അവരുടെ ജീവിതം അല്ലെങ്കിൽ കഴുകനെ
പോലെ ആ 100 വയസ്സിന്റെ അനുഭവത്തിൽ നിർജ്ജീവമായ അവസ്ഥയാണെങ്കിലും ആമീൻ സക്രിയാവിന് എലിസബത്തിനെ ഓർത്തൊരു ദൈവമുണ്ട്. അബ്രഹാമിനെ ഓർത്തതുപോലെ തന്നെ സക്രിയാവിനും എലിസബത്തിനും ആമീൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വഴിയെടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിന് ഒരു ദൂതനെ അയക്കുന്നത് യെശയ്യാ പ്രവാചകൻ മാലാഖയുടെ പുസ്തകത്തിലും പറഞ്ഞ ദൂത് നിറവേറുവാൻ ആമീൻ സക്രിയാവിന് എലിസബത്ത് യോഹന്നാൻ സ്നാപകനെ ദൈവം ദാനം ചെയ്തെങ്കിൽ ഹല്ലേലൂയ. അതെ, നിന്റെ അടഞ്ഞു പോയ ഗർഭപാത്രത്തെ ദൈവത്തിന് തുറക്കാൻ കഴിയും. യോഹന്നാൻ സ്നാപകനെ പോലെ ശക്തനായ പ്രവാചകന്മാരെ നിന്റെ ഉദരത്തിൽ ദൈവത്തിന് ആമീൻ പണിതെടുക്കാൻ കഴിയും. വിശ്വസിന് സ്വതം പറഞ്ഞാട്ട് ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുന്ന ദൂത്, നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ, നിനക്ക് ജനിക്കാൻ പോകുന്ന മകൻ, നിനക്ക് ജനിക്കാൻ പോകുന്ന മകൾ, അവൾ കർത്താവിന് വേണ്ടി ശക്തിയോടെ ആമേലയും പ്രയോജനപ്പെടുന്ന യിരെമ്യാവിനെ പോലെ തന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തുകൊണ്ട് ദൈവം ചില തലമുറകളെ ദൈവം നിനക്ക് നിന്റെ ഉത്തരത്തിൽ തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന സ്വതന്ത്രം പറയണം കേട്ടോ. ഞാൻ വ്യാജമായിട്ട് പറയുന്ന വാക്കുകളല്ല, ദൈവാത്മാവിനോട് സംസാരിച്ച വാക്കുകളാണ്. നിങ്ങൾ പണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ശുശ്രൂഷിക്കത്തില്ല, ആരുടെയും നന്മ പ്രതീക്ഷിച്ച് ശുശ്രൂഷിക്കത്തില്ല. ദൈവം പറയുന്നത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അറിയിച്ചല്ലോ. അപ്പം പരിശുദ്ധാത്മാവിനോട് കഴിഞ്ഞ രാത്രി ശക്തമായിട്ട് ഇടപെട്ടു. എനിക്കൊന്നും എൻ്റെ നല്ലൊരു സമയം ഞാൻ ഉറക്കത്തിലാണെങ്കിൽ പോലും എനിക്ക് നല്ല ദർശനങ്ങൾ കിട്ടുവാടെയായി. എനിക്ക് മനസ്സിലായി, കഷ്ടം സഹിക്കുന്നവരുണ്ട്, നൊമ്പരപ്പെടുന്നവരുണ്ട്, ഒരു തലമുറയില്ലാത്തതിന്റെ വീട്ടിൽ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയവരുണ്ട്, കുടുംബജീവിതം തന്നെ തകർന്ന് ഡിവോഴ്സായവരുണ്ട്. ഇന്നും തലമുറയില്ലാത്തതിന്റെ വീട്ടിൽ കുറ്റപ്പെടുന്ന അനുഭവത്തി ആ ആളുകളുടെ മുമ്പിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? പ്രീശോ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നതാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തേക്ക് വേണം. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കരം പിടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നേ. അല്ലേ, വചനം ഒരിക്കലും വ്യർത്ഥമാകത്തില്ല, വൃഥാമായി മാറത്തില്ല. വചനം ജീവനുള്ളതാണ്. ആ വചനം നിന്റെ ഉള്ളിലേക്ക് ജീവനായി വെളിപ്പെടുമ്പോൾ നിന്റെ ശരീരാവയവങ്ങൾ നിർജ്ജീവമായിരുന്നാലും അതിനെ പുതുക്കുവാൻ, ശക്തി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും വളരെ രോഗാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. വളരെ രോഗാവസ്ഥയിലൂടെ കടന്നുപോയി. ഏകദേശം 4 സർജറികൾ എൻ്റെ ശരീരത്തിൽ വലുതായിട്ട് ചെയ്തു. വലിയ മറ്റു പ്രതിസന്ധികൾ കടന്നുപോയി. ഇനി എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ കഴിയില്ല, കർത്താവിനെ ഉയർത്താൻ കഴിയില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ച സമയങ്ങളുണ്ട്. മരിച്ചാൽ മതി എന്ന് പോലും മനസ്സിൽ കൂടി കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തപ്പോൾ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് ഈ വചനം എന്നോട് ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. ഞാനതിന് അനുഭവിക്കുക. രക്തം ചെയ്യും. അതെ, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരു ഭക്തന്റെ ജീവിതം കഴുകനെ പോലെ പുതുക്കി വരുന്ന ഹല്ലേലൂയ. നാം കുറെ കാലമൊക്കെ കഷ്ടം സഹിക്കേണ്ടി വരുമെന്നേ. ഈ കഴുകൻ ഉയർന്ന പാറയുടെ മുകളിൽ പോയിരുന്നതിന്റെ ശരീരത്തിന്റെ തൂവലുകളൊക്കെ കൊത്തിപ്പറിച്ച്, കാലിന്റെ നഖമൊക്കെ കൊത്തിപ്പറിച്ച് കളഞ്ഞ് അതിനെ കണ്ടാൽ ഒരു മുട്ട പോലെ അനുഭവത്തിൽ ഒരു കഴുകന്റെ രൂപം വികൃത രൂപമായതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ കടന്നുപോയേക്കാം. കഷ്ടതകളും പ്രയാസങ്ങളും സാമ്പത്തികഞ്ഞെരുക്കങ്ങളും നിന്ദകളും കുടുംബത്തിനകത്തും ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കൂട്ടുകുടുംബങ്ങൾക്കകത്തു നിന്നും വിവാഹം കഴിച്ചു വന്ന കുടുംബത്തിനകത്തു നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഴുകൻ വികൃത രൂപത്തിലെത്തിയതുപോലെ നിന്റെ മനസ്സിലെ ശരീരത്തെ തളർത്തിക്കളയുന്ന അനുഭവത്തിലൂടെ നീ കടന്നുപോയേക്കാമെന്ന്. രക്തം ചെയ്യും. അവിടെ ഒന്ന് തളർന്നു പോകരുത്. വാഗ്ദത്തം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം മുറുകെ പിടിച്ചോണം. ഫ്രീശരോ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുമെന്ന് 1 തെസ്സലോനിക്കർ 5:24 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് എന്നെ കേൾക്കുന്ന ദൈവത്തിന് ബദലേ നിന്റെ വാഗ്ദത്തം നിറവേറാൻ സമയമായി. രക്തം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അത് നിന്റെ വാഗ്ദത്തം നിറവേറാൻ സമയമായി. ലോകം പറഞ്ഞ് നിനക്കിനി പ്രതീക്ഷയില്ല, ലോകം പറഞ്ഞ് നിന്നെ ജയിക്കത്തില്ല, ലോകം നിന്റെ തലമുറയെ നോക്കിയിട്ട് പറഞ്ഞു ഗുണം പിടിക്കത്തില്ലെന്ന്. പക്ഷേ ദൈവം നിന്റെ തലമുറയെ നോക്കിയിട്ട് നിന്റെ കുടുംബത്തെ നോക്കിയിട്ട് പറയുക, അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുക. ലോകം നിന്റെ മുമ്പിൽ അടച്ചു വെച്ച വാതിലുകളിൽ ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഹല്ലേലൂയ. അത് വിദേശ രാജ്യത്ത് മണലാകരുത്, കഷ്ടം സഹിക്കാൻ സ്വഭാവേ നീ ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് നഷ്ടമായ ജോലിയെ അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ, നീ വാങ്ങിയ സാലറിയേക്കാൾ കൂടുതൽ സാലറിയോടെ ദൈവം നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ പിടിച്ച് ഇനി എനിക്ക് ജീവിതമുണ്ടോ, അല്ലെങ്കിൽ എന്റെ രോഗം എന്താണെന്ന് അറിയാൻ കഴിയാതെ, നീ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നീ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സഹോദരി, ഇതുപോലെ പരിശുദ്ധൻ പറയുകയാണ്, ആ രോഗത്തെ അവൻ നീക്കുവാൻ കർത്താവ് ശക്തൻ. അതുകൊണ്ടാണ് അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ വീണ്ടെടുക്കുന്നു. അവൻ ദൈവം ഹല്ലേലൂയ കരുണയും നിന്നെ അണിയിക്കുന്ന ദൈവമാണ്. രക്തം ചെയ്യും. നിന്റെ ഇന്നലകളുടെ ദുഃഖങ്ങളെ മാറ്റിയിട്ട് ഇന്നിന്റെ സന്തോഷത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് തളരരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഹല്ലേലൂയ, ഈ കഴുകൻ വികൃത രൂപമായി. എന്നാൽ ചില ദിവസങ്ങൾക്കകം അത് വീണ്ടും പുതിയ ചിറകുകൾ മുളയ്ക്കുവാൻ തുടങ്ങും. മെലിഞ്ഞ ശരീരം തടിവെക്കുവാൻ തുടങ്ങും. കഴുകന്റെ മെലിഞ്ഞ ശരീരം തടിവെക്കുവാൻ തുടങ്ങും. അതിനുശേഷം പാറയിൽ നിന്ന് പുതുബലത്തോടെ പറന്നുയരും. ഈ ദിവസങ്ങൾ കഷ്ടം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, കഴുകൻ പറന്നുപോയി ഉയർന്ന പാറയുടെ മുകളിൽ മറഞ്ഞിരുന്ന് തന്റെ ശരീരത്തിന്റെ തൂവലുകളും ചമെല്ലാം കൊത്തിപ്പറച്ച് കളഞ്ഞൊരു വികൃത രൂപമായി താൻ ഇരുന്ന് പുതിയ ബലം പ്രാപിക്കുന്ന പോലെ നീ ദിവസങ്ങളിൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിന്നെ പുതുബലത്തോടെ പുറത്തെടുക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? അല്ലെങ്കിൽ ഈ വചനം അനേകർക്കൊരു ദൂതുകളാ, ഒരു വിടുതലായി മാറാൻ പോകുകയാ. എന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് ദൈവം മാറ്റാൻ പോകുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ആരുമായിരിക്കട്ടെ, ഇവിടെ നിങ്ങൾ ആരാണെന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ചിലർ നോക്കുന്ന അവർ ഏത് മതക്കാരനാണ്, അവർ ഏത് പള്ളിക്കാരനാണ്, അവർ ഏത് വിശ്വാസക്കാരനാണ്, അല്ലെങ്കിൽ അവൻ ഏത് ദേശക്കാരനാണ്, അവൻ ഏത് ഭാഷക്കാരനാണ്, അവൻ ഏത് കുടുംബത്തിലുള്ളതാണ്, അവന്റെ നിറം എന്താണ്, അവന്റെ ജാതി എന്താണ്, അവന്റെ പേരെന്താണ് എന്നൊക്കെയാണ് ജനം നോക്കുന്നത്. ചിലർക്ക് ജാതി ചോദിക്കാൻ മടിയാവും, എന്ത് ചെയ്യും? പേര് ചോദിക്കും. പേര് ചോദിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എവിടെ കൂടി വരുന്നത്. അതല്ല ദൈവം ചെയ്യുന്നത് കേട്ടോ. ഹല്ലേലൂയ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ ജനത്തെ ദൈവം മറന്നു കളയുന്നതിനല്ല. അപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നത്. 103-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചു തരണം. 13-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യം പറയുന്നുണ്ട്. അതെ, ദൈവം നിന്നോട് കരുണ കാണിക്കുന്നവരാണ്. രക്തം ചെയ്യും. നീ തളരരുത്. നീ തളരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നിന്റെ കണ്ണുനീര് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നീ ഒഴുകിയ കണ്ണുനീർ മുഴുവൻ അത് വ്യർത്ഥമായി പോയില്ലെന്ന്. രാത്രിയുടെ യാമങ്ങളിൽ നീ കരഞ്ഞിട്ടില്ലേ, നിലവിളിച്ചിട്ടില്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ നീ ഏകാന്തതയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് നിലവിളിച്ച സന്ദർഭങ്ങളില്ലേ? നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രഭാതത്തിൽ എഴുതിയിട്ടിട്ടില്ലേ? രാത്രി മുഴുവൻ നിന്റെ കിടക്കെ കണ്ണുനീർ കൊണ്ട് നീ നനച്ചിട്ടില്ലേ? ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതേ നിന്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവമുണ്ട്. അത് അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ കണ്ണുനീരിന് മറുപടി നൽകുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ കണ്ണുനീരിന് മറുപടി നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില വാതിലുകൾ രക്തം ചെയ്യും ദൈവം തുറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം കഴിഞ്ഞ രാത്രിയിലൊക്കെ എൻ്റെ ഉള്ളിൽ കൂടെ കടന്നുപോയപ്പോൾ ഞാനും ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോവുകയാണ്. അപ്പൊ ദൈവം എന്നോടും പറഞ്ഞു, ഞാൻ ചില വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാനത് വിശ്വസിച്ചു കേട്ടോ. അല്ലേ? ആ വചനം എനിക്ക് മാത്രമല്ല, എന്നെ പോലും ഈ വചനം കേൾക്കുന്നവർക്ക് കൂടെ ദൈവം തന്നതാണെന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ഈ പ്രഭാതത്തിൽ ഈ വചനം നിങ്ങളോട് പറയുന്നത്, രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവ മക്കൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ആവശ്യമായി. എങ്ങനെയുള്ള അനുഭവം? കഴുകൻ അല്ലെങ്കിൽ ഉയർന്ന പാറയുടെ മുകളിൽ പോയി പാറയുടെ മറവിന്റെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞ് എന്റെ ശരീരം വികൃതമായി മാറിയതുപോലെ ചില ദിവസങ്ങളെ പാറയുടെ വിളർപ്പിലിരുന്നത് പോലെ നീ ദൈവസനിലല്ലിയ ഈ ലോകത്തിന്റെ മാലിന്യങ്ങളും ചിന്തകളും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട്, ഈ ലോകത്തിന്റെ ജടിക സുഖങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് മനസ്സിന്റെ മനസ്സിന്റെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നീ ദൈവസന്നിധി ചേർന്നിരുന്ന് ഉപവസിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീയോ ഉപവസിക്കുമ്പോൾ ഹല്ലേലൂയ
ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ളതിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് അവിടെ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേ, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിടെ, ഈ കഴുകൻ പാറയുടെ പിളർപ്പിൽ ഇരുന്നത് പോലെ നീയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്ത് നിന്ന് മാറ്റി വെക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ തളർച്ചകളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്ക് അവരെ പോലെയാകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോടുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ എന്ന് പറയുന്നത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വായിക്കും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിലും അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിച്ചിട്ട് 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്ന കപടഭക്തിക്കാരെ പോലെയാകരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഹല്ലേലൂയ, സങ്കടങ്ങൾ ഏറെയാണെന്നാണ്, ദുഃഖങ്ങൾ ഏറെയാണ്. എനിക്ക് നിങ്ങളുടെ മാനസിക അവസ്ഥ വായിക്കാൻ അറിയാം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ വിവേചിച്ചറിയാൻ അറിയും. ഹല്ലേലൂയ. കാരണം ഞാൻ എന്നെ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് മുഴങ്ങാല് മുടക്കി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പല പ്രാർത്ഥനയുടെ വിഷയങ്ങളും എൻ്റെ ഉള്ളിലേക്ക് കയറി വരാറുണ്ട്. പലരുടെയും കഷ്ടങ്ങൾ എന്നെ ദൈവാത്മ ഓർപ്പിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ശരിയായിട്ട് മനസ്സിലാകും, എന്നെ പോലെ മാനസികമായി ഭാരം അനുഭവിക്കുന്ന പലരും എനിക്ക് മുമ്പിലുണ്ട്. ആ മാനസിക ഭാരം എന്റെ ഉള്ളിൽ തന്നത് ചിലരുടെ വിഷയങ്ങളെ ഏറ്റെടുക്കാനാണെന്ന് ആമി എനിക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുമ്പോൾ ഞാൻ ആ പ്രാർത്ഥന വിഷയം ഏറ്റെടുക്കും. ഹല്ലേലൂയ. രക്തജയം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മകൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാസേ, മകന്റെ ജോലി നഷ്ടപ്പെട്ടു. മകനായിരുന്നു കുടുംബം മുഴുവൻ പോറ്റിയിരുന്നത്. ഞങ്ങൾക്കൊന്നിനും കുറവില്ലാതെ വാടക കൊടുക്കും, എൻ്റെ അച്ഛനെ നോക്കും. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു കഷ്ടമില്ല, ഒരു സങ്കടമില്ലായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തിൽ കടന്നു പോവുകയാണ്. പെട്ടെന്ന് മകൻ വീട്ടിൽ വന്നിച്ച് കമ്പനി ചെന്നപ്പം കമ്പനി പറഞ്ഞ് ജോലിയില്ല. അവർ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി, മടുത്തു പോയി. ഞാൻ ആ മാതാവിനോട് പറഞ്ഞ്, കരയരുത്, നീ സങ്കടപ്പെടരുത്. ചില ശോധനകൾ നിനക്കെതിരെ കടന്നു വരും, ചില വെല്ലുവിളികൾ കടന്നു വരും. അത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ ഒന്ന് പണിതെടുക്കാനാ. അതുകൊണ്ട് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, രഹസ്യത്തിൽ കാണുന്ന പിതാവ് പരസ്യമായി മറുപടി നൽകും. ഹല്ലേലൂയ. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിനെ ആശ്വസിപ്പിക്കുവാൻ കാരണമായി. ഹല്ലേലൂയ. അവർക്ക് ഇതിനു മുമ്പ് ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. മകളെ കൊണ്ടൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൻ പിന്നീട് പറഞ്ഞു, എൻ്റെ പാസേ, സമാധാനമായി. അപ്പൊ അവർക്ക് പ്രത്യാശയുണ്ട്. അപ്പൊ അങ്ങനെ ചില ആത്മഭാരങ്ങൾ ദൈവം നമ്മുടെ ഉള്ളിൽ തരും. ആത്മഭാരങ്ങൾ നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നത്, എന്നെ പോലെ എൻ്റെ മുമ്പിൽ വേദനിക്കപ്പെടുന്ന ചിലര് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. അവർ ആരായിരുന്നാൽ, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും ദൈവത്തിന് നിന്നോട് ഇടപെടാൻ ആഗ്രഹമുണ്ട്. നിന്റെ വിഷയങ്ങളെ പരിഹരിക്കാൻ ആഗ്രഹം നീ ചെയ്യേണ്ട ഒറ്റ കാര്യം, അല്ലേ, കർത്താവേ, യേശുവേ, എൻ്റെ വിഷയങ്ങൾ ഒന്ന് പരിഹരിക്കണമേ. ഈ വചനം കേൾക്കുന്നത് പോലെ അങ്ങ് അത്ഭുതം ചെയ്ത മന്ത്രിയാണെങ്കിൽ, അത്ഭുതം ചെയ്ത ദൈവമാണെങ്കിൽ, അങ്ങ് വീണ്ടെടുപ്പിന്റെ അനുഭവം, അങ്ങ് വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെന്ന് ഞാൻ വിശ്വസിച്ചു. കർത്താവേ, അങ്ങയോട് എൻ്റെ സങ്കടങ്ങൾ പറയുന്നു. എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമെന്ന് നീ ദൈവത്തോട് പറയുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ നിന്റെ ചാരത്തിറങ്ങി വന്ന് നിന്റെ കാതുകൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ അവൻ നിന്നോട് മന്ദമായി സംസാരിക്കുന്നവൻ. ഹല്ലേലൂയ. വളരെ അവന്റെ ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ ആ ശബ്ദം കേൾക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തിന്റെ സ്പർശനം അനുഭവിപ്പാടിയാകണം. നമ്മൾ ലോകത്തിൽ നിന്ന് ഒരുപാട് സ്പർശനം ഏൽക്കാറുണ്ട്. നിങ്ങൾ ഭർത്താവിന്റെ സ്പർശനം ഏൽക്കാറുണ്ട്, നിങ്ങൾ ഭാര്യയുടെ സ്പർശനം ഏൽക്കാറുണ്ട്, യുവാക്കന്മാർ, യൗവകന്മാരുടെ സ്പർശനം ഏൽക്കാറുണ്ട്. നാം ഈ ലോകത്തിന്റെ മാലിന്യത്തിന്റെ സ്പർശനം, ഈ ലോകത്തിന്റെ മലിനത സ്പർശനം ഏൽക്കാറുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ, ഇവിടുത്തെ സംഘടനകളുടെ, ഇവിടുത്തെ തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികളുടെ
സ്പർശനമേൽക്കട്ടെ. ഇവിടുത്തെ മദ്യപാനികൾ വെറുക്കൂത്തുകാരോട് കൂടെ നടന്ന് അവരുടെയൊക്കെ സ്പർശനം നീ ഏൽക്കാറില്ല, നീ ഏറ്റിട്ടില്ല. ഇന്നും അവരുടെ പോലെ നിന്റെ കൂട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടല്ലേ പരിശുദ്ധൻ പറയുന്നത്. ആമീ ലോകത്തിന്റെ രക്ഷകൻ, മാനകുലത്തിന്റെ രക്ഷകൻ, സകല ജനത്തിന്റെ വീണ്ടെടുപ്പുകാരൻ കാലുവരെ ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ തന്ന് നമുക്ക് വേണ്ടി കാര്യരുപാണിയാൽ തറയിൽപ്പെട്ടവൻ, മുൾക്കീഴടിഞ്ഞവൻ, ആമൻ ശരീരം ഉഴവുചാൽ ഓലെ കീറിയവൻ, അവൻ നല്ലൊരിയ വിലാപ്പുറം നമുക്ക് വേണ്ടി കുത്തി തുറന്ന് അവസാന തുള്ളി രക്തം വരെ തന്ന ആമീൻ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ അതിശക്തിയോടെ ഉയർത്തിന്നിട്ട് 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി നിയോഗം കൊടുത്ത് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന യേശുവിന്റെ സ്പർശനം നിനക്ക് നിൽക്കുവാൻ കഴിയുമോ? യേശുവിന്റെ സ്പർശനം നിന്നേറ്റാൽ, അവന്റെ സ്പർശനം നിന്റെ മേൽ വന്നാൽ നീ പിന്നെ കരയേണ്ടി വരത്തില്ല, പിന്നെ നിന്റെ കണ്ണുനീർ തൂകേണ്ടി വരത്തില്ല. നിന്റെ വായിൽ ചിരിയും സന്തോഷം ദൈവം തരാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. അതിന്റെ ശാപത്തെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക, നിന്റെ ബന്ധനത്തെ ദൈവം മാറ്റാൻ, നിന്റെ കെട്ടുകളെ ദൈവം അഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേശത്തെ ചില പോരുകൾ, ചില വരത്തുപോക്ക് ശക്തികൾ, ചില ആഭിചാര മന്ത്രവാദ ദുർമന്ത്രവാദ സേവകൾ നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധമോ പറയുകയാണ്, നീ ദൈവസനിൽ അറയിൽ കടന്നു ഉപവസിക്ക്, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ്. രക്തം ചെയ്യും. ഞാൻ ഈ വചനമൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്നെ ആത്മാവിൽ ഒരുപാട് ദൈവം ബലപ്പെടുത്താറുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ക്ഷീണാവസ്ഥയിലൊക്കെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ചിലരൊക്കെ പെട്ടെന്ന് ആശ്വാസമായി നമുക്ക് ചില സന്ദേശവാക്കുകൾ തരും. അല്ലേരിയ, അത് നമ്മുടെ ജീവിതത്തെ വളരെ സന്തോഷിപ്പിക്കും. അല്ലേരിയ, തകർന്നു കിടക്കുന്ന തകർച്ചയുടെ അനുഭവം പട്ടുപൊഴിയുന്ന പെട്ടെന്ന് നമ്മൾ ഉയർന്നു വരും. അല്ലേരിയ, നമ്മൾ ഈ ചിലപ്പോൾ അങ്ങ് തകർന്നു പോകുന്നേ, ചിലപ്പോൾ നമ്മൾ തകർന്നു പോകുന്നു പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചങ്ങ് അവശനാകും. നിങ്ങൾ ഈ ക്ഷീണിച്ച് അവശനായിട്ടില്ലേ? ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ചിലപ്പം കുടുംബ വിഷയങ്ങളിൽ പലപ്പോൾ നിങ്ങൾ വളരെ ക്ഷീണിച്ച് അവശനായി ഈ 100 വയസ്സുള്ള കഴുകനെ പോലെ നമ്മൾ ഒരുപക്ഷെ ആയി തീരുമെന്ന. അല്ലേരിയ, അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലേക്ക് വരുമ്പോൾ നാം എന്ത് ചെയ്യണം? കഴുകൻ ഉയർന്ന പാറയിലേക്ക് പറന്നതിന്റെ പാറയുടെ വിളർപ്പിലിരുന്ന് അത് ചില ദിവസം കൊണ്ട് പുതുശക്തി പ്രാപിക്കുന്ന പോലെ ആ തളർച്ചയുടെ നടുവിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. രക്തക്ഷയം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, അധ്വാനിച്ച പണം മുഴുവൻ ഹോസ്പിറ്റലുകാർക്ക് കൊടുത്ത്, വണ്ടിക്കാർക്ക് കൊടുത്ത്, ഡോക്ടർമാർക്ക് കൊടുത്ത്, മെഡിസിന് കൊടുത്ത് ആമി കൈസിന്റെ പോക്കറ്റ് ശൂന്യമായ അനുഭവമാണോ? ജീവിതത്തിൽ പ്രതീക്ഷയിലെ മരണം മാത്രമാണോ? ഇനി പ്രതീക്ഷിക്കേണ്ട. ആമീൻ ഡോക്ടർമാർ കൈവിട്ട്, ആശുപത്രി കൈവിട്ട് ആമീൻ മരുന്ന് മാത്രങ്ങൾ നിനക്ക് ഭരിക്കാത്ത അനുഭവമാണോ? ഹല്ലേലൂയ. ആമീൻ നീ ഭാരപ്പെട്ടു പോകരുത്. നിന്റെ ആന്തർജ്യമായ ശരീരത്തെ ആമീൻ നിന്റെ യൗവന പോലെ പുതുക്കിക്കൊണ്ട് വരുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കിടക്കിൽ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ യേശുവുണ്ട്. നിന്റെ നരിയാണികൾക്ക് ബലം തരാൻ യേശുവുണ്ട്. ആമീൻ നിന്റെ കണ്ണുകൾക്ക് കാഴ്ച തരുവാൻ ദൈവമുണ്ട്. കേൾവി നഷ്ടപ്പെട്ട കാതുകൾ കേൾവി ദൈവം ആഗ്രഹിക്കുന്നു. നാളുകളായി കണ്ണിന്റെ കാഴ്ചയിൽ കണ്ട് നടന്നതിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് നീ പുറലോകത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, തീമായുടെ മകനായിരിക്കും വ്യക്തിമായുടെ കണ്ണിന് കാഴ്ച കൊടുത്തൊരു ദൈവമുണ്ട്. അതേ നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണെങ്കിൽ നിന്റെ കണ്ണുകൾക്ക് ദൈവം കാഴ്ച തരാൻ ആഗ്രഹിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവം ചിലർക്കൊക്കെ കാഴ്ച കൂടെ തരാൻ പോവുകയാണ്. ദൈവം ചിലർക്കൊക്കെ കാഴ്ചയും കൂടെ തരാൻ പോവുക. പരിശുദ്ധമായിട്ടുള്ളവർ അങ്ങനെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. അത് ആർക്കൊക്കെയോ ദൈവം വിടുതലയക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് നിന്റെ കണ്ണുകൾക്ക് കാഴ്ച, നിന്റെ കാതുകൾക്ക് കേൾവി തരാൻ പോകുന്നു. നിന്റെ തളർന്നു പോയ ശരീരത്തെ ദൈവം പുതുക്കിയെടുക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഓടിച്ചാടി നടന്നൊരു അനുഭവം നിനക്കുണ്ട്. സ്വന്തം കാലിൽ നിന്ന് അനുഭവമുണ്ട്. ഇന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ദൈവം നിന്റെ തളർന്ന ശരീരത്തെ, തളർന്നുപോയ മുഴങ്കാലുകളെ നീ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നീ നരിയമാണ് ഉറച്ചെഴുന്നേറ്റ് പണ്ടത്തെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ, അത്ഭുതമുണ്ട് കേട്ടോ. രക്തം ചെയ്യും. അപ്പൊ ചില കുടുംബങ്ങളൊക്കെ ഇന്ന് പകൽ അത്ഭുതം നടക്കുന്നേ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പലരും പ്രസംഗിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചില ദിവസങ്ങളായിട്ട് ചില ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ചില വെല്ലുവിളികളുണ്ട്. അതിനാലും ഞാൻ കർത്താവ് എനിക്കൊരു അത്ഭുതം ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രഭാതത്തിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴും അത് തന്നെ പ്രാർത്ഥിച്ച് കർത്താവ് ചില അത്ഭുതം ചെയ്യണം.
ലോകം പല വാതിലും എൻ്റെ മുമ്പിൽ അടച്ചു, എന്നാൽ അങ്ങേക്ക് തുറക്കാൻ കഴിയും. അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അത് ചില അത്ഭുതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. ഈ ആഴ്ചകൾ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് രക്തം ചെയ്യും ആമേൻ പറഞ്ഞാട്ട് ആ ഗ്ലോറി രക്തം ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട് നിങ്ങൾ ആ ക്ഷീണിച്ച് മരവിച്ച മനസ്സോടുകൂടി ഇരിക്കുന്നത് സണ്ടകൂട്ടഞ്ഞു എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചാട്ടെന്ന്. ഹല്ലേലൂയ. അത് ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. നമ്മുടെ കർത്താവിന്റെ പേരെന്താണ്? അത്ഭുത മന്ത്രി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വല്ലുരിയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ദിവത്യവന്റെ തോളിന്മേലിരിക്കും വല്ലുരിയ. അവൻ അത്ഭുത മന്ത്രി. കണ്ട, അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒറ്റ ഒരുവന്റെ പേര് ലോകത്തിൽ പറയാനുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ കേരളത്തിലെ മന്ത്രിമാരെ കണ്ടിട്ടില്ലേ? ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭയിലെ മന്ത്രിമാരെ കണ്ടിട്ടില്ലേ? ലോക രാജ്യങ്ങളുടെ മന്ത്രിമാരെ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും മന്ത്രിമാർ അത്ഭുത മന്ത്രിയാണോ? ഒറ്റ മന്ത്രിമാരും അത്ഭുത മന്ത്രിയല്ല. നാം ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന മന്ത്രിമാരെല്ലാം വ്യാജം പ്രവർത്തിക്കുന്നവരാണ്, വ്യാജം പറയുന്നവർ, കളവുള്ളവരാണ്, അഴിമതിയുള്ളവരാണ്, അഴിമതിയുടെ കറ പുരണ്ടവരാണ്, രക്തത്തിന്റെ കറ പുരണ്ടവരാണ്. ആമീൻ. എന്നാൽ ഈ അസഭ്യത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നത് ചാരപ്പണി ചെയ്യുന്നവരാണ് പല രാജ്യങ്ങൾക്കകത്തുമുള്ള പല മന്ത്രിമാരും. അല്ലേ, അവരൊന്നും അത്ഭുത മന്ത്രിയല്ലേ കേട്ടോ. അല്ലേ, അത്ഭുത മന്ത്രി ഒരുവൻ യേശുക്രിസ്തു മാത്രം. സ്വർലോകത്തെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവൻ, മാനകുലത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് സ്വർഗ്ഗാരോഹണം പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ. അവനാണ് അത്ഭുത മന്ത്രി. അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ ആത്മാവിനെ ധരിപ്പിച്ചു കൊടുക്കുക, രക്തം ചെയ്യണം. അപ്പൊ നമ്മൾ ദൈവമായിട്ടൊരു വലിയ സ്പർശനം ഉണ്ടാകണം. അല്ലേ, ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് പലരുമായിട്ട് സ്പർശനമുണ്ട്, പക്ഷെ നിങ്ങൾ ദൈവത്തോട് സ്പർശനം ഏൽക്കണം. പ്രൈസ്. അപ്പൊ ഇവിടെ ദൈവത്തിന് പറഞ്ഞു, നിങ്ങൾ വളരെ തകർന്നിരിക്കുന്ന അനുഭവമാണോ? അതിന്റെ നടുവിൽ ദൈവാത്മാവ് പറയുന്നത് നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരുമെന്ന്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 40-ാം അധ്യായം 28, 29, 30, 31 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വായിച്ചു കേൾപ്പിക്കാം. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ ആദികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അല്ലേ, അവൻ ക്ഷീണിച്ചിന് ശക്തി നൽകുന്നു. അല്ലെ, ബലം ഇല്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കർ ക്ഷീണിച്ച് തളർന്നു പോകും. അല്ലെ, ബാലിക്കർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ ഇടറി വീഴും. വല്ലുരിയ. ദൈവാത്മാവ് പറയുക. എന്നിട്ട് കർത്താവ് പറയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിലും കർത്താവാണ്, നിന്റെ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിനക്കുള്ള വാഗ്ദത്തമാണ്. 103-ാം സങ്കീർത്തനം 5-ാം വാക്യവും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യവും നിനക്കുള്ള ദൂതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചാരി നിൽക്കണം. പ്രൈസ് ലോർഡ്. നമ്മൾ ദൈവത്തോട് ചാരി നിൽക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ഒരു മനുഷ്യൻ ഒരു കസേരയോട് പറ്റിയിരിക്കുന്നത് പോലെ. നമ്മളൊരു കസേരയിൽ ചേർന്നൊക്കെ ഇരിക്കണം, അതിലൂടെ നമ്മൾ പറ്റിയല്ലേ ഇരിക്കുന്നത്. ആ കസേരയിൽ ചാരിയിരുന്ന് നമ്മുടെ ക്ഷീണമൊക്കെ മാറുന്നത് പോലെ നമ്മുടെ കർത്താവിനോട് നമ്മൾ ചാരിയിരിക്കുന്ന, കർത്താവോട് ചേർന്ന് പറ്റിയിരിക്കുന്നെങ്കിൽ അവൻ നമ്മെ വിടിവിക്കുക എന്നുള്ള 91-ാം സങ്കീർത്തനം പറയുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ വിടിവിക്കും, എൻ്റെ നാമത്തെ അറിയാൻ ഉയർത്തുമെന്ന് നമ്മൾ 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 10-ലൊക്കെ അത് വായിച്ചു നോക്കണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ പലപ്പോഴും ഈ ബൈബിൾ ഒന്ന് വായിക്കണം. ഞാൻ തന്നെ ഇതങ്ങോട്ട് പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കുകയുള്ളൂ. പലപ്പോഴും നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒരാൾ പറയുന്നത് മാത്രം കേൾക്കുക. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ വേദപുസ്തകം എടുത്തിട്ട് ഈ പറയുന്ന വചനമൊക്കെ അതിനകത്തുണ്ടോ എന്നോ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളും വചനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കുന്ന നല്ലത്. ആ വചനമൊന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടുന്ന് നടക്കുന്നേ. നിന്റെ കൈ കൊണ്ട് വിശുദ്ധ വേദപുസ്തകം നിന്റെ കാര്യങ്ങൾ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് എഴുതി ജീവന്റെ വചനം നിന്റെ മരവിച്ച അനുഭവത്തെ മാറ്റി തരുമെന്ന്. അതുകൊണ്ട് ഈ പുസ്തകം എടുത്തവരാരും തകർന്നു പോയിട്ടില്ല, ഈ പുസ്തകം എടുത്തവരാരും ക്ഷീണിച്ചു പോയിട്ടില്ല. ഈ പുസ്തകം എടുത്തവരെല്ലാം കലിയ ആമി ശക്തി പുതുക്കിയിട്ടുള്ളവരാ.
അതുകൊണ്ടാണ് എങ്കിലും യഹോവയെ കാത്തിരിക്കാൻ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. 100 വയസ്സുള്ള ആമി കഴുകൻ ചില വികൃത രൂപമായി പുതിയ തൂവലുകൾ വെച്ച് അത് പറന്നുയരുന്നത് പോലെ നിന്റെ കഷ്ടതയെ നീ പറന്നുയരാൻ പോവുക. നിലയിലെ കയത്തിൽ കിടക്കുന്ന അനുഭവമല്ലേ സഹോദരി നിനക്ക്? നിലയിലെ കയത്തിൽ കിടക്കുന്ന അനുഭവമല്ലേ സഹോദര നിനക്ക്? ഒരു കച്ചിത്തുരുപ്പെങ്കിലും അഭയം ആയി കിട്ടിയതെങ്കിൽ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കാറില്ലേ? ആമി സ്തോത്രം. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത്, ആമി ബിസിനസ് തകർന്ന ചില സഹോദരന്മാരുടെ ദൈവാത്മാവ് പറയുകയാണ്, അവൻ നിന്റെ തകർച്ചയെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ തകർച്ച മാറ്റാൻ ആഗ്രഹിക്കുന്നു. ആമി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്, നീ പഠിച്ച് വിദ്യാഭ്യാസം നല്ല ബിരുദാനന്തര ബിരുദമൊക്കെ നേടി ഒരു ജോലിക്ക് വേണ്ടി നീ പല വാതിലുകളും മുട്ടി, എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കുമ്പോൾ നിനക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾ പിൻവാതിലൂടെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നീ മനസ്സ് തകർന്നിരിക്കുകയാണോ? നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവം തുറക്കാൻ പോവുകയാണ്. രക്തജയം നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവം തുറക്കാൻ പോവുകയാണ്. അപ്പം ദൈവത്തിന്റെ ആത്മാവും പറയുന്ന ദൂത്, ആലോചനകൾ പറയുന്നത്, ആമി നിനക്ക് വേണ്ടി ചില വഴികളും വാതിലും തുറക്കാൻ പോവുകയാണ്. നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ പലർക്കും മടി. രക്തജയം നമ്മൾ ദൈവത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നോ അത്രമാത്രം നമ്മോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. ഒരു കർത്താവ് നിങ്ങളെ നന്നാക്കുവാനായി, കഠിന ഹൃദയത്തെ നീക്കുവാനായി, തകർന്നുറങ്ങിയ ഹൃദയത്തോടെ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുക. കർത്താവ് നിങ്ങളെ സ്തോത്രം നന്നാക്കുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കഠിന ഹൃദയത്തെ നീക്കുവാൻ. ഹല്ലേലൂയ. തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയം പോലെ നീ ദൈവത്തിൽ അനുദവിച്ച് മടങ്ങി വരുന്ന ഒരു അനുഭവത്തിനായിട്ട് ദൈവം നിന്നെ പണിയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 7-10 ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നുവെന്ന് ഭാഗത്തിലേക്ക് ചിന്തിക്കുന്ന സമയം ഒരുപാട് ഭാഗം വിവരിക്കാനുണ്ട്. ഞാൻ വാക്യം പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിന് നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ അവ നമ്മെ അനുഗ്രഹിക്കും. നാം ദൈവത്തിന് നമ്മെ തന്നെ താഴ്ത്തുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നുവെന്ന യാക്കോബിന്റെ ലേഖനം 4 വായിക്കണം. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും കൃപ നൽകുന്നുവെന്ന. അതുകൊണ്ട് നിങ്ങൾ നിഗളിച്ചു പോകാതെ നിങ്ങൾ താഴ്മയോടെ ദൈവത്തിന് നിൽക്കുന്നെങ്കിൽ, താഴ്മയുള്ളവർ ഹൃദയത്തിൽ, മനസ്താപമുള്ള ഹൃദയത്തിനകത്തും ആശ്വാസം നൽകാൻ ദൈവത്തിന് കഴിയുമെന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ആമീൻ. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം. ഹല്ലേലൂയ. അതെ, നിനക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ നാമം വിളിക്കപ്പെടുന്നത് എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് ആമീൻ തങ്ങളുടെ ദുർമാർഗങ്ങളെ താമി വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 7:14 വായിക്കുന്നുണ്ട്. അതേ, ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി ചില നന്മകൾ ജീവനാക്കി കണ്ണുകളടച്ചാട്ട് തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം ചില പുതുവഴി തുറക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത ലോകരാജ്യം 800 കോടി ജനം മദ്യത്തിനും മയക്കൊരുവിനും ലഹരിക്കും അടിപ്പെട്ട് ഈ ലോകത്തിന് ജനിക്ക് വിചാര വരസം അശുദ്ധി ദുഷ്കാമത്തിൽ അകപ്പെട്ട് ലോകത്തിന്റെ മാലിന്യങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന അനവധി കൂട്ടനാമി ജനത്തിനായി തകർന്നിരിക്കുന്ന നാമി വീണിരിക്കുന്ന രോഗികളായിരിക്കുന്ന ബിസിനസ് കടക്കണിയിൽ കടന്നു പോകുന്ന ഒരു കൊണ്ട് ഭൂമിയില്ലാതെ സ്ഥലമില്ലാതെ ഭവനമില്ലാതെ മാരപ്പുറം കടക്കണിയിൽ ജീവിതം കുടുംബജീവിതം തകർന്ന് കടന്നുപോകാൻ അനേകർ മാരകമായ രോഗത്തെ അധീനരായ അനവധി ആളുകൾ ശൈശവത്തിലും മാലിന്യ കൗമാരി യുവനത്തിലും വാർത്തത്തിലും വശങ്ങൾ യാചകർ ഓർഫനേജ് ഹോട്ടലിൽ തടവറയിലായിരിക്കുന്ന അനവധി ആളുകളെ കർത്താവിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് സമാധാനമയക്കനായി കേരളത്തിൽ, ഭാരത ദേശ രാജ്യങ്ങളിൽ കഷ്ടം സഹിക്കുന്ന നൊമ്പരപ്പെടുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മഹത്വമേറിയ കരം അത്ഭുതം ചെയ്യടനായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുക. എല്ലാ ദുരാത്മസഭകൾ, എല്ലാ ദുരാത്മ മന്ത്രവാദങ്ങൾ, എല്ലാ സാധാന്യ ശക്തികളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കുടുംബത്തെ തകർക്കുന്ന, തലമുറ തകർക്കുന്ന, കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കി മാറ്റുന്ന പൈശാചിക ശക്തികളെ, ദേശത്തിന്റെ പോരുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ദൈവിക വിടുതലായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.